ഇന്നത്തെ അതിഥി ശ്രീ TN ജയചന്ദ്രൻ, IAS ഉദ്യോഗസ്ഥൻ, സർവകലാശാല വൈസ് ചാൻസലർ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ കേരളത്തിൽ ആർക്കും മുഖവര ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് അദ്ദേഹം കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്നത്. സർ, രാഷ്ട്രീയ വളക്കൂറുള്ള കൊടുങ്ങല്ലൂരിൽ ജനിച്ചു വളർന്ന് വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്ത് നേടിയതിന് ശേഷം IASൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് HM പട്ടേലിനെ പോലെയോ അശോക് മിത്രയെ പോലെയോ ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട എന്ന് തീരുമാനിക്കാൻ പ്രത്യേക വല്ല കാരണമുണ്ടായിരുന്നു? അത് ഞാൻ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നതാണ്, രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല എന്ന്. കാരണം പ്രത്യേകിച്ചും വർത്തമാനകാല രാഷ്ട്രീയത്തിന് പറ്റിയ യോഗ്യതകൾ എനിക്കില്ല. അതിന് വേണ്ട യോഗ്യതകൾ വേറെ ചിലതാണ്, അതിലെനിക്ക് പരിചയമില്ല. തന്നെയുമല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ നിര്യാതനായി ഒരു ചരമക്കുറിപ്പിന് ഉടമയായി തീർന്നേനെ. കാരണം ഈ സ്വന്തം തൊഴിലിന് പുറമെ മറ്റൊരു കാര്യത്തിൽ കൂടി താല്പര്യം വേണം എന്ന ഒരു ദൃഢനിശ്ചയം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഴുത്തിൽ, പ്രത്യേകിച്ച് സാഹിത്യത്തിൽ കുറേശ്ശെ താല്പര്യം എടുത്തിരുന്നു. അല്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ധർമ്മച്യുതിയെപ്പറ്റി ഏറെ വിലപിക്കുന്ന ഒരാളാണ് അങ്ങ്. അപ്പോൾ ആ നിലയിൽ അതിനൊരു തിരുത്ത ശക്തിയായ അതിന് അടുത്ത് നിന്ന് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, പക്ഷേ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നേരത്തെ രാഷ്ട്രീയ കക്ഷികൾ നിലവിൽ വന്നത് തന്നെ തിരുത്തൽ ശക്തികളായിട്ടാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കെതിരെ പടവെട്ടാൻ വേണ്ടിയാണ് പല രാഷ്ട്രീയ കക്ഷികളും ഉടലെടുത്തത് തന്നെ. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ തിരുത്തൽ ശക്തികൾ അല്ലാതായി മാറിയിരിക്കുന്നു. അവർക്കകത്താണ് തിരുത്തൽ ശക്തികൾ വേണ്ടത്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്ന് അതിനകത്തെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം രാഷ്ട്രീയ കക്ഷികൾക്ക് വളരെ കടുത്ത ഒരു പരിമിതിയുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസ സംഹിതയുടെ അല്ലെങ്കിൽ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി നാം മാറേണ്ടി വരും. അപ്പോൾ എനിക്കെൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത്, സ്വാതന്ത്ര്യമായിരുന്നു വലുത്. അല്ല, ഞാനത് ചോദിക്കുന്നതിന് കാരണം ഒരു സാധാരണ IAS ഉദ്യോഗസ്ഥൻ്റെ അനുഭവ സമ്പത്തല്ല സാറിനുള്ളത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതമേനോൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ രാഷ്ട്രീയവുമായി അടുത്ത് ഇടപഴകുക, അതുപോലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ സംഘടിത തൊഴിലാളികളുമായി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ആ കാര്യത്തിലൊരു വിജയം നേടുക, ഈ തുടങ്ങിയ അനുഭവങ്ങൾ, പിന്നെ സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയിൽ രാഷ്ട്രീയ കളരിയിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവിടെ തൻ്റെ വ്യക്തിപ്രഭാവം തെളിയിക്കുക തുടങ്ങിയ ചെയ്തിട്ടുള്ള ഒരാൾ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ ആവശ്യം ഉള്ളതല്ലേ? ഞാൻ രാഷ്ട്രീയ കക്ഷികളിൽ അല്ലെങ്കിൽ കക്ഷിയിൽ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേരാൻ തയ്യാറായിരുന്നില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ തൽപരനാണ്, ഇന്നും തൽപരനാണ്. അതിന് പുറത്ത് നിന്ന്, കക്ഷികൾക്ക് പുറത്ത് നിന്ന് അത് കാണുകയും നമുക്കത് തിരുത്താനൊന്നും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വളരെ വളരെ എന്താ പറയുന്നത്, ഒരു ഏകാന്തമായ ഒരു രോദനം പോലെ ആയിരിക്കും നമ്മളൊക്കെ ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ. അതുകൊണ്ട് ആവുന്ന വിധത്തിൽ ഈ കാര്യങ്ങളെ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി നോക്കിക്കണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്ന വളരെ വളരെ നേർത്ത ഒരു ചുമതല മാത്രമേ എനിക്ക് നിർവഹിക്കാൻ കഴിയൂ. കേരളത്തിൻ്റെ മനസാക്ഷി ഉണരേണ്ട ചില ഘട്ടങ്ങളിൽ ആ ഒരു ഉണർവിൻ്റെ നേർത്ത ശബ്ദമായിട്ടെങ്കിലും TN ജയചന്ദ്രൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് അങ്ങയുടെ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? എൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്നാലുള്ളൊരു ആപത്ത് നമ്മളൊരു തടവുമുറിയിൽ സ്വമേധയാ കയറി അകത്ത് നിന്ന് പൂട്ടിടുന്ന പോലെയാണ്. എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും പോവും. നേരത്തെ ഈ ആദർശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നതല്ല, ഒരു കക്ഷിയുടെ പരിമിതിയാണ്, വളരെ വളരെ കടുത്ത ഒരു പരിമിതിയാണ് നമ്മളെ നേരിടുന്നത്. അപ്പോൾ നമുക്കത് സാധിക്കില്ല. ഈ സുദീർഘമായ IAS സർവീസിനിടയിൽ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണ നേതാക്കളുമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഈ ഒരു മൂല്യശോഷണം തുടങ്ങിയത് എന്നു മുതലാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? അതങ്ങനെ തീയതി നിശ്ചയിച്ച് പറയേണ്ട കാര്യമല്ല. തന്നെയല്ല, ആ ചോദ്യത്തിലൊരു ചതിക്കുഴിയുള്ളത്. ഇപ്പോൾ മൂല്യച്യുതിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് അധികം പേരും കണക്കാക്കുക. കാരണം അത് ഓരോ തലമുറയും മുമ്പ് ഉള്ള തലമുറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് നമ്മളെന്നും ഈ പിന്നീട് വരുന്ന തലമുറ അതിനേക്കാൾ മോശമാണെന്നുള്ള നിലപാടിലാണ് സാധാരണഗതിയിൽ സംസാരിക്കുക. പിന്നെ ഈ മൂല്യങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നവയാണ്.
ഈ ശാസ്ത്രത്തിൻ്റെയും അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങൾ അല്ലെങ്കിൽ പരിണാമങ്ങൾ, സംഭവങ്ങൾ അതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും പൊതുവെ പറഞ്ഞാൽ ഞാൻ കാണുന്ന കലശലായ ഒരു പ്രയാസം, ഒരു പ്രശ്നം ഈ ഓരോരുത്തർക്കും അവനവൻ്റെ തൊഴിലിലുള്ള താല്പര്യമില്ലായ്മയാണ്. ഇപ്പോൾ ആരായാലും ചുമട്ടുകാരനായാലും മറ്റേ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയാലും അല്ലെങ്കിൽ ഒരു ചാനലിൽ മാധ്യമപ്രവർത്തകനായാലും അവനവൻ്റെ തൊഴിൽ താല്പര്യമില്ലായ്മയാണോ പ്രതിബദ്ധതയില്ലായ്മ? പ്രതിബദ്ധത അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. താല്പര്യമില്ല, പ്രതിബദ്ധതയില്ല, അഭിമാനമില്ല. അവനവൻ്റെ തൊഴിലിലൊരു അഭിമാനം വേണമല്ലോ. അത് ചില രംഗങ്ങളിലുണ്ട്. ശാസ്ത്രത്തിൽ അങ്ങനെ ചില അപൂർവം ചിലയിടത്ത് അപവാദങ്ങളായി കാണാൻ സാധിക്കും. ഈ താല്പര്യരാഹിത്യമാണ്. ഉദാഹരണത്തിന് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, രാഷ്ട്രതന്ത്രത്തിൽ താല്പര്യമില്ല, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ താല്പര്യമില്ല. അവർ നയിക്കുന്ന അല്ലെങ്കിൽ അവർ ഭാഗമായ കൊച്ചു കൊച്ചു കക്ഷികളുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ അവർ ഒതുങ്ങുകയാണ്. അതാണ് ഞാൻ താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞത്. അല്ല, ആ സങ്കുചിത വീക്ഷണമാണോ മറ്റു പല രംഗങ്ങളിലും വിജയം കൈവരിച്ച കേരളത്തിന് വ്യാവസായിക സാമ്പത്തിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാതിരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? പ്രധാനമായും അതാണ്. ഈ താല്പര്യമില്ലായ്മയും അതിനോടനുബന്ധിച്ചുള്ള സ്വാർത്ഥതയും ആണ്. കാരണം അവനവൻ്റെ കാര്യം നടക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ പേരുടെ കാര്യങ്ങൾ നടത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു ദീർഘവീക്ഷണത്തോടെ ഇത് മുന്നോട്ട് പോകുന്നില്ല. താങ്കൾ ചോദിച്ചല്ലോ, ഇപ്പോൾ അച്യുതമേനോൻ്റെ കാലത്ത് അച്യുതമേനോന് അതുണ്ടായിരുന്നു, EMS അതുണ്ടായിരുന്നു. EMS കുറേ കൂടി ഒരു കട്ടിയേറിയ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും EMS അതുണ്ടായിരുന്നു. അതുപോലെ രാജ്യ താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ നിസ്സംഗഭാവത്തോടും ഈ അലസതയോടുമൊക്കെ പ്രതികരിക്കാൻ മലയാളിക്ക് അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള കേരളീയൻ ഇപ്പോൾ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതും ഈ പറഞ്ഞ തന്നെയാണ് കാരണം. ഈ മറ്റേ അവരവരുടെ കാര്യത്തിൽ തൽപരരാണ്, ആ നിലയിൽ തൽപരരാണ്. പക്ഷേ അവരവരുടെ കാര്യത്തിൽ മാത്രമാണ് താല്പര്യം. ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ നിശബ്ദം സഹിക്കുകയും അതോടൊപ്പം അവനവൻ്റെ കാര്യം നോക്കി നടക്കുകയും ചെയ്യുക എന്നുള്ളൊരു സമീപനമാണ് മിക്കവാറും പേർക്കുള്ളത്. ഈ കേരളീയരെ ബോധവാന്മാരാക്കുന്ന കാര്യത്തിൽ ആർക്കാണ് ഇനി ഒരു പങ്ക് വഹിക്കാൻ കഴിയുക? നല്ല പങ്ക് വഹിക്കേണ്ടത് ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയക്കാർ തന്നെയാണ്. പക്ഷേ അതിനൊന്നുകിൽ രാഷ്ട്രീയക്കാർ നന്നാവണം, അല്ലെങ്കിൽ നല്ലവർ രാഷ്ട്രീയക്കാരാകണം.